ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അതായത് ഒരു ലിമിറ്റ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിമിറ്റ് വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സെക്കൻഡ് മെത്തേഡ് ഒരു ഫോർ എൽസ് ലോജിക്ക് യൂസ് ചെയ്തിട്ട് ഫോർ എൽസ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. സോ ഒരു ഫസ്റ്റ് മെത്തേഡ് ഫ്ലാഗ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് ലിമിറ്റ് റീഡ് ചെയ്യേണ്ടി വരും. സോ ലിമിറ്റ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലിമിറ്റ്, അതായത് ഏത് വരെയുള്ള പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എന്നുള്ള ലിമിറ്റ്, എൻ്റെ ലിമിറ്റാണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു ഫ്ലാഗ് വേരിയബിൾ യൂസ് ചെയ്യാം. ഫ്ലാഗ് ഈക്വൽ ടു 0. ഇതെന്തിനാന്നുള്ളത് പിന്നീട് പറയാം. ഇനി ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. സോ ഫോർ നം ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം 2 മുതൽ 1 എന്നുള്ളത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 2 മുതൽ ആ ലിമിറ്റ് വരെ പോകണം അല്ലേ, ലിമിറ്റ് വരെ പോകണം. സോ ലിമിറ്റ് +1 ആണ് റേഞ്ച് ഫംഗ്ഷന് കൊടുക്കേണ്ടത്. അതായത് സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെയാണ് പോകുക. അപ്പോൾ നമ്മുടെ ലിമിറ്റ് വരെ പോകണം. സോ യു ഹാവ് ടു ഗീവ് ലിമിറ്റ് +1. ഇനി ഈ ലൂപ്പിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഫ്ലാഗ് വേരിയബിൾ ഒന്ന് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ വീണ്ടും ഫ്ലാഗിന് 0 ആക്കേണ്ടി വരും. സോ ഫ്ലാഗ് വേരിയബിൾ ഒന്ന് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് 2 മുതൽ ലിമിറ്റ് വരെയുള്ള നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പ്രൈം നമ്പർ ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക്, ആക്ച്വൽ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഫോർ, ഇപ്പോൾ പ്രൈം നമ്പർ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ഇവിടെ കിട്ടുന്ന നമ്പറിനെ 2 മുതൽ ദാറ്റ് നമ്പർ ബൈ 2 വരെയുള്ള നമ്പേഴ്സുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13 പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ 13 മോഡ് 2 ചെയ്ത് നോക്കുക, 13 മോഡ് 3 ചെയ്ത് നോക്കുക, 13 മോഡ് 4, 13 മോഡ് 5, 13 മോഡ് 6, അത്രയും വരെയുള്ള നമ്പേഴ്സുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണ് കിട്ടുന്നത് നോക്കുക. റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിന് മീനിങ് എന്താണ്, ആ നമ്പർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ അടുത്ത നമ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഹിയർ നമുക്ക് ഐൻ്റെ വാല്യൂ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് 2 മുതൽ ദാറ്റ് നമ്പർ ബൈ 2 അല്ലേ, നമ്പർ ബൈ 2 വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. സോ ദാറ്റ് നമ്പർ ബൈ 2 +1 കൂടി കൊടുക്കുക. കാരണം സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെയാണ് പോവുക. സോ നമുക്ക് നമ്പർ ബൈ 2 വരെ പോകണം. സോ നമ്പർ ബൈ 2 +1 കൊടുക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന നമ്പറിനെ ഐ കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഐൻ്റെ വാല്യൂ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈഫ് ദാറ്റ് നമ്പർ മോഡ് ഐ, ദാറ്റ് നമ്പർ മോഡ് ഐ ഈക്വൽസ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യുക. ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കുക. ഫ്ലാഗ് ഇനീഷ്യലി 0 ആണ്. ഈ നമ്പർ മോഡ് ഐ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ആവുക. ഓക്കെ, ഇതിന് ബ്രേക്ക് ആയിട്ട് അടുത്ത നമ്പർ എടുക്കും, 3 എടുക്കും. ഫോർ എക്സാമ്പിൾ 3 എടുത്തിട്ട് ഇതേ കാര്യം വീണ്ടും ചെയ്യും. 3നെ 2 മുതൽ 3/2 വരെയുള്ള നമ്പേഴ്സുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. then അടുത്ത ഇറ്ററേഷനിൽ 4 എടുക്കും, then 5 എടുക്കും. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഫോർ എക്സാമ്പിൾ ഇഫ് ഫ്ലാഗ് ഈക്വൽസ് 0 ആണെങ്കിൽ അതിന് മീനിങ് എന്താണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, ഇതിനുള്ളിലോട്ട് കയറിയിട്ടില്ല എന്നാണ്. ഇതിനുള്ളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ടുണ്ടാവും. അതായത് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ടുണ്ടാവും. പക്ഷെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, അടുത്ത നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും, ഇതിനുള്ളിലോട്ട് കയറലുണ്ടാകില്ല. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന് മീനിങ് എന്താണ്, ഇതിനുള്ളിലോട്ട് കയറിയിട്ടില്ല എന്നാണ് അതിന് മീനിങ്. അതിന് മീനിങ് എന്താണ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. സോ ആ ഒരു കേസിൽ നമുക്ക് ആ നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ പ്രിന്റ് ദാറ്റ് നമ്പർ പ്രിന്റ് ചെയ്യാം. ഇനി അടുത്ത ഇറ്ററേഷൻ എടുക്കും, അടുത്ത നമ്പർ എടുക്കും. ഇതേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട്, അങ്ങനെ ലിമിറ്റ് വരെ പോകും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ടെസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ലിമിറ്റ്. നമ്മൾ 20 കൊടുത്തു കഴിഞ്ഞാൽ 20 വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും
പ്രിൻ്റ് ആയി കിട്ടും. 20 വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിൻ്റ് ആയി കിട്ടും. സിമ്പിൾ ലോജിക്കാണത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഫോർ എൽസ് മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. അതായത് ഫ്ലാഗ് വേരിയബിൾ ഇല്ലാണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാഗ് വേരിയബിൾ വേണ്ട. ഫോർ എൽസ് മെത്തേഡ് പറയുന്നത് ഇതേ ലോജിക്ക് തന്നെയാണ്. നമ്മുടെ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാഗ് വേരിയബിൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എൽസ് എന്ന് കൊടുക്കുക. അതിന് മീനിങ് എന്താണ്? ഫോർ എൽസിൻ്റെ മീനിങ് എന്താണ്? ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എൽസിലോട്ട് വരലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ എൽസ് വർക്ക് ചെയ്യില്ല. ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത നമ്പർ എടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? അതൊരു പ്രൈം നമ്പർ ആണെന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഫോർ എൽസ് വെച്ച് ചെയ്യാണ് കുറച്ചും കൂടി സിമ്പിൾ. അതായത് ഫോർ എൽസിൻ്റെ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ഐൻ്റെ വാല്യൂ 2 മുതൽ ദാറ്റ് നമ്പർ ബൈ 2 + 1 വരെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടും നമ്മുടെ ഈക്വൽ ടു 0 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കിട്ടുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്പർ ബൈ 2 + 1 വരെ നമ്പർ ബൈ 2 വരെ പോകും. അതുവരെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എൽസിലോട്ട് വരുള്ളൂ. അതുവരെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മീനിങ് അതൊരു പ്രൈം നമ്പർ ആണെന്നാണ് മീനിങ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത നമ്പർ എടുക്കും. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്തിട്ട് എഗെയിൻ അടുത്ത നമ്പർ എടുക്കും. ഇതേ കാര്യം റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പ്രൈം നമ്പർ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. ഇതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. 20 തന്നെ കൊടുത്ത് നോക്കാം. സോ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ലിമിറ്റ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.